എന്താ ഇവിടെ പറയുന്നത്? എന്താ ഇവിടെ പറയുന്നത്? ആലോചിച്ചു നോക്ക്. ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വാ. നര്യാണിയുടെ മേലെ തുണിയുടുക്ക്, താടി വെക്ക്, മീശ വെട്ടിയൊതുക്ക്, സുബൈക്ക് എഴുന്നേൽക്ക്, ഖുർആൻ വായിക്ക്, ഖുർആൻ പഠിക്ക്. അതിനെ പുറകോട്ടെറിയല്ല. അങ്ങനെ മുസ്ലിമായിട്ട് ജീവിക്ക്. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാൽപാദങ്ങളെ പിന്തുടരല്ല. അതേ അധ്യായം 116-ാമത്തെ വചനം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു, ഒരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല, ശിർക്ക് പൊറുക്കുകയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ പ്രസംഗം കേൾക്കുന്ന, എന്നെ വെറുക്കുമ്പോൾ പോലും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ പോലും, യാഥാർത്ഥ്യങ്ങൾ അറിയാതിരിക്കുമ്പോൾ പോലും ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ തിന്മ ശിർക്കാണെങ്കിൽ ഇന്ന ശിർക ലദുൽമുൻ അദീം. ആലോചിച്ച നിങ്ങൾ 12-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. ശിർക്കാണ് ഏറ്റവും വലിയ പാപം. അക്ബറുൽ കബായിർ എന്താ? ഏറ്റവും വലിയ പാപം ഏതാ നബിയേ? അശ്ശിർകു ബില്ലാഹ്. അത് ശിർക്കാണെന്ന് റസൂലേ, ശിർക്കാണെന്ന് റസൂലേ. സബുൽ മൂബിഖാത്ത്, ഏറ്റവും വലിയ പാപം അശ്ശിർക്ക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ഏറെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുകയാണ്. എന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വേദനയില്ല, ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വേദനയില്ല. എന്നെ നല്ല മനുഷ്യനായി വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച എന്റെ പിതാവ്, ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന എന്റെ പിതാവ്, എനിക്ക് ജന്മം നൽകിയ എന്റെ മാതാവ്, അവരൊക്കെ ഒരു പക്ഷേ എന്റെ രക്തസാക്ഷിത്വത്തിലോ എന്റെ അപകടങ്ങളിലോ ദുഃഖിക്കുന്നവരാവാം. പക്ഷെ ഒരു കാര്യം വളരെ വലുതാണ്. ആ കാര്യം എന്താ? എന്റെ കുടുംബക്കാർ ഈ സദസ്സിലുണ്ട്, അനിയനുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നു, മഹ്ശറ ഭയാനകരമാണ്. അതിൽ നിന്ന് രക്ഷയില്ല. അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ കൂട്ടിനാണില്ലടോ, അവിടെ ആരും സഹായിക്കില്ലടോ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആദത്തെ ഭയപ്പെട്ടോളി മനുഷ്യരേ. അല്ലാഹു പറയുകയാണ്, ആ നരകത്തിന്റെ സ്ഥിതി ഒരു രംഗം ഞാൻ വിസ്തരിച്ചോട്ടെ. സമയം ദീർഘിച്ചു പോയെങ്കിൽ എന്റെ പോലീസുകാരെ, ഈ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് മാപ്പ് താ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ എനിക്ക് മാപ്പ് താ. മഹ്ശറയിൽ വരും. അന്നൊരു ബാപ്പ മകനോട് പറയും, മകൻ ബാപ്പയോട് പറയും, ബാപ്പാ, ഇവിടെ എന്റെ അമലുകൾ തൂക്കി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഒരു അമലുണ്ടെങ്കിൽ ബാപ്പാ എനിക്ക് സ്വർഗത്ത് പോകാം. ബാപ്പാ, നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് കമ്പ്യൂട്ടർ തന്നു, ഹൈവേയിൽ 10 സെന്റ് ഭൂമി നിങ്ങൾ എനിക്ക് വാങ്ങി തന്നു, BMW കാറും നിങ്ങൾ എനിക്ക് വാങ്ങി തന്നു, നല്ല കുടുംബത്തിലെ ഒരു പെണ്ണിനെയും എനിക്ക് കെട്ടിച്ചു തന്നു ബാപ്പാ. ജീവിതം മുഴുവനും എനിക്ക് വേണ്ടി അങ്ങ് കഷ്ടപ്പെട്ടു ബാപ്പാ. ഇതാ ഈ മഹ്ശറയിൽ ഒരു അമലിന്റെ കുറവ് കൊണ്ട് നരകത്തിലേക്ക് പോകുകയാണ് ബാപ്പാ. ഫമയ്യമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. പഠിച്ചവരെ, എന്റെ വാപ്പാക്ക് പറയാൻ എനിക്ക് അവസരം തരുന്നേ. എനിക്ക് ചിന്തിക്കാൻ വയ്യ മനുഷ്യരെ. ചിന്തിച്ചു നോക്ക്. അന്ന് വാപ്പ പറയും പോലെ ഇത് പരലോകമാണ് മോനെ, ഇവിടെ അമല് കൊടുക്കില്ല മോനെ. ഒരമല് ഞാൻ നിനക്ക് തന്നിട്ട് എന്റെ അമല് കുറഞ്ഞു പോയാൽ മോനെ, യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. നരകം ഭയാനകമാണ്. സ്വന്തം നഫ്സിനെ കാക്കണേ, മക്കളെ കാക്കണേ. മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാന്റെ കാരുണ്യത്തിന്റെ തണലിൽ ജീവിച്ചിട്ട്, അവന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ കാരുണ്യത്തിന്റെ നിഴലിൽ ജീവിച്ച്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്.